والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عبادي الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറൻ വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് തൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ശത്രുതയെയും നേർക്ക് നേരെ തന്നെയുണ്ടായിരുന്ന യുദ്ധങ്ങളെയുമെല്ലാം കുറിച്ച് നാം വായിച്ചിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്. പ്രവാചകൻ തൻ്റെ ദൗത്യനിർവഹണം ആരംഭിച്ച 40-ാമത്തെ വയസ്സ് മുതൽ അദ്ദേഹം നിരന്തരമായി നിന്ദിക്കപ്പെട്ടിട്ടുണ്ട്, വിമർശിക്കപ്പെട്ടിട്ടുണ്ട്, പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നേർക്ക് നേരെയുള്ള ശത്രുക്കളുടെ ഗണത്തിൽ മുശ്രിക്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. മദീനയിലെത്തിയതോടുകൂടി പ്രധാനപ്പെട്ട ഒരു വിഭാഗം കൂടി പ്രവാചകൻ്റെ ശത്രുഗണത്തിലേക്ക് വന്നു. അത് ജൂതന്മാരായിരുന്നു. മദീനയിലെ അവസാനത്തെ നാളുകളായപ്പോഴേക്ക് ശത്രുക്കളുടെ വ്യാപ്തി ഒന്നുകൂടി വർദ്ധിച്ചു. ക്രൈസ്തവർ കൂടി ശത്രുതയുടെ ഗണത്തിലേക്ക് നേർക്ക് നേരെ കടന്നു വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നേർക്ക് നേരെയുള്ള ശത്രുക്കളായി നമ്മൾ ഏറെ വായിക്കുന്ന, പഠിക്കുന്ന, മനസ്സിലാക്കുന്ന മുശ്രിക്കുകളുടെ അവരുമായുള്ള സംഘട്ടനത്തിൻ്റെ ശത്രുതയുടെ കാലം ഏകദേശം ഹിജറ 8 അവസാനിച്ചു. മക്ക വിജയവും അതിനുശേഷമുള്ള സംഭവ വികാസങ്ങളും കഴിഞ്ഞപ്പോഴേക്ക് മുശ്രിക്കുകളുടെ നേർക്ക് നേരെയുള്ള പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന ആരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളുടെ ലിസ്റ്റിലില്ല എന്ന അവസ്ഥയുണ്ടായി. എന്നാൽ മദീനയിലെത്തിയതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശത്രുഗണത്തിലേക്ക് വന്ന
ജൂതന്മാരും ക്രൈസ്തവരും കൂടുതൽ ശത്രുതയോടുകൂടി റസൂലുള്ളയെ നോക്കിക്കാണുന്നതാണ് നമ്മൾ പിന്നീട് കാണുന്നത്. ഇതിന് ദാർശനികമായ മതപരമായ കാരണങ്ങളുണ്ട്, രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട്. മതപരമായ കാരണങ്ങൾ ഏറെ പറയേണ്ടതില്ലാത്ത വിധം നമുക്കറിയാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമുണ്ടായത് ഇസ്രായേല്യർക്കിടയിൽ നിന്നല്ല എന്നതുകൊണ്ടുള്ള അസൂയയിൽ നിന്ന് രൂപീകരിക്കപ്പെട്ട വിരോധമായിരുന്നു ജൂതന്മാരുടെ മതപരമായ വിരോധത്തിൻ്റെ കാതൽ. AD 325 മുതൽ കെട്ടിപ്പൊക്കപ്പെട്ട ക്രൈസ്തവ പൗരോഹിത്യത്തിൻ്റെ അപ്രമാദിത്വത്തിൻ്റെ, അവരുടെ ചോദ്യം ചെയ്യപ്പെടാതെ അനുസരിക്കപ്പെട്ടിരുന്ന ലോകത്തെ ഏറ്റവും വലിയ പൗരോഹിത്യത്തെ ചോദ്യം ചെയ്യുകയും അവരുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി തീരുകയും ചെയ്തു എന്നതായിരുന്നു ക്രൈസ്തവ ലോകത്തിൻ്റെ മതപരമായ വിരോധത്തിൻ്റെ കാതൽ. നിങ്ങൾ ഫോൺ വിളിക്കുകയാണെന്ന് പുറത്തു പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞപ്പോൾ ലോകത്തെ 2 സാമ്രാജ്യങ്ങൾ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയമായ അക്രമത്തിന് എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള അധീശത്വത്തിന് വിധേയമായി കഴിഞ്ഞിരുന്നു. അല്ലെങ്കിൽ 2 സാമ്രാജ്യങ്ങൾ തകരുകയായിരുന്നു ഇസ്ലാമിൻ്റെ ഉദയത്തോടെ. അന്നത്തെ അമേരിക്കകൾ എന്ന് പറയാൻ കഴിയുന്ന റോമും പേർഷ്യയുമായിരുന്നു അവ. റോം ക്രൈസ്തവ പൗരോഹിത്യത്തിൻ്റെയും രാജാധികാരത്തിൻ്റെയും ഒരു പ്രത്യേകമായ സങ്കലനത്തിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയ ഭൂമികയായിരുന്നു. പേർഷ്യ അഗ്നി ആരാധനയിൽ അധിഷ്ഠിതമായ സെൻ്റവസ്ഥയുടെ പാർസി മതത്തിൻ്റെ അടിത്തറയിൽ നിന്നിരുന്ന ഒരു രാഷ്ട്ര സംവിധാനവും. ഇവയുടെ തകർച്ചയാണ് രാഷ്ട്രീയമായ കാരണങ്ങൾ എന്ന് ഞാൻ പറയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് കാണാൻ കഴിയുക, ഇസ്ലാമിനെ നശിപ്പിക്കുവാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ആദർശത്തെ തകർക്കുവാനും വേണ്ടി ജൂതന്മാർ അവരുടെ വഴിക്കും ക്രൈസ്തവർ അവരുടെ വഴിക്കും നീങ്ങുന്നതായിട്ടാണ്. ജൂതന്മാർ നീങ്ങിയ വഴി ജൂതന്മാർക്കെന്നും പരിചയമുള്ള മുൻപ് തന്നെ പരിചയമുള്ള വഴിയായിരുന്നു. അത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ദീനിനെ തകർക്കാൻ വേണ്ടി വിശുദ്ധ പൗലോസ് എന്ന പിൽക്കാലഘട്ടത്തിൽ വിളിക്കപ്പെട്ട ഷൗൽ എന്ന ജൂതൻ ചെയ്ത പണി. അത് മറ്റൊന്നുമല്ല, ക്രിസ്തുവിൻ്റെ അനുയായികളെക്കാൾ വലിയ ക്രിസ്തു അനുയായിയായി യേശുവിൻ്റെ അനുയായികൾക്കിടയിൽ പ്രത്യക്ഷപ്പെടുകയും അങ്ങനെ സമുദായത്തിൻ്റെ നേതൃത്വം, ഭൗതികമായ ബുദ്ധിപരമായ നേതൃത്വം കൈക്കലാക്കുകയും അങ്ങനെ മെല്ലെ മെല്ലെ ക്രിസ്തു പഠിപ്പിച്ച മതത്തെ പൂർണ്ണമായി നശിപ്പിച്ച് തൻ്റേതായ ഒരു പുതിയ മതത്തെ സ്ഥാപിക്കുകയും ചെയ്ത് വിജയക്കൊടി നാട്ടുക എന്ന ദൗത്യമാണ് ജൂതനായ ഷൗൽ നിർവഹിച്ചത്. നമ്മൾ ജൂതന്മാർ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പ്രവാചകനോടുള്ള വിരോധത്തിൻ്റെ അടിത്തറയിൽ നിന്ന് രൂപമെടുത്ത അവരുടേതായ പ്രതികരണ രീതിശാസ്ത്രം ഇതേ രൂപത്തിൽ തന്നെയായിരുന്നു. നമ്മൾ കാണുക, ഉമർ റളിയല്ലാഹു അൻഹുവിനെ വധിക്കുവാൻ വേണ്ടി, കൊല്ലുവാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയ ആളുകളിൽ ജൂതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. അന്ന് ഗൂഢാലോചന നടത്തിയ ആളുകളിൽപ്പെട്ട ഒരാളായ സബഅ ഇബ്നു ഷാമൂൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ യമൻകാരനാണ് അദ്ദേഹം, ജൂതനാണ്. അയാളുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു സബഅ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് യമനിൽ നിന്ന് മദീനയിലേക്ക് എത്തുകയാണ്. മദീനയിലെത്തി ഉടനെ തന്നെ അദ്ദേഹം ആരംഭിക്കുന്ന പ്രവർത്തനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതായാലുമില്ല, പ്രവാചകനോടുള്ള പ്രേമവും സ്നേഹവും നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. നബി കുടുംബത്തോടുള്ള സ്നേഹത്തിനെ കുറിച്ച് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജ്വലിക്കുന്ന ഓർമ്മകൾ നിലനിന്നിരുന്ന മദീനയിലെ സ്വഹാബികളുടെ ഇടയിൽ നേതൃപരമായ തലത്തിലേക്ക് തന്നെ ഉയർന്നു വരുവാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയതിന് ശേഷം പുതിയ തലമുറയിൽപ്പെട്ട യുവാക്കളെ ആകർഷകമായി വരുതിയിലാക്കിയതിന് ശേഷം പിന്നെ അബ്ദുല്ലാഹി ഇബ്നു സബഅ എന്ന് പറയുന്ന മുൻകാല ജൂതൻ ഇസ്ലാം സ്വീകരിച്ചതായി അദ്ദേഹം പ്രഖ്യാപിച്ചയാൾ, അയാൾ പിന്നെ ആരംഭിക്കുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊള്ളരുതായ്മകൾ പറഞ്ഞുകൊണ്ടാണ്. പ്രായമുള്ള ഉസ്മാൻ, കഴിവ് കുറഞ്ഞ ഉസ്മാൻ, ഏറെ സ്വന്തക്കാരുള്ള ഉസ്മാൻ, ആ സ്വന്തക്കാരെ പലരെയും ഭരണരംഗത്തേക്ക് കൈപിടിച്ചുയർത്തിയ ഉസ്മാൻ ഭരണത്തിന് കൊള്ളരുതാത്തവനാണ് എന്നും യഥാർത്ഥത്തിൽ നബി കുടുംബത്തിലെ പ്രധാനിയായ അലി ഭരണരംഗത്തുണ്ടായിരുന്നുവെങ്കിൽ അതായിരുന്നു നന്നായിരുന്നത് എന്നുമുള്ള പ്രചാരണകളുമായിട്ടാണ് അദ്ദേഹം രംഗത്ത് വരുന്നത്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലമായപ്പോൾ ഈ പ്രചാരണങ്ങളുടെ ഫലമായി ഉണ്ടായി വന്ന സാമൂഹ്യ സംഘർഷം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നത് നമ്മൾ കാണുന്നു. ആ തലം നമ്മൾ പിന്നീട് കാണുക അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഖവാരിജുകളായിട്ടുള്ള ഉയർത്തെഴുന്നേൽപ്പാണ്. ഏതൊരു ടീമാണോ അലിയോടുള്ള സ്നേഹം പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത്, ഏതൊരു വിഭാഗമാണോ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനേക്കാൾ അലി റളിയല്ലാഹു അൻഹുവാണ് ഭരണരംഗത്തെ നേതൃത്വത്തിന് അർഹൻ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾക്കിടയിൽ, യുവാക്കൾക്കിടയിൽ ഉസ്മാൻ വിരുദ്ധ തരംഗത്തിന് നേതൃത്വം വഹിച്ചത്, അതേ വിഭാഗം തന്നെ അലി റളിയല്ലാഹു അൻഹുവിനെതിരെ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ശേഷം മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലമായപ്പോഴേക്ക് പഴയ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഏകദേശം എടുത്തു വെച്ച് പൊടി പിടിച്ചിരുന്ന പഴയ വാദം തന്നെ, അലിയോടുള്ള സ്നേഹമെന്ന വാദം തന്നെ പിന്നീട് പൊടി തട്ടിയെടുത്ത് അവതരിപ്പിക്കപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. ഷിആയിസം രൂപീകരിക്കപ്പെടുന്നത് അങ്ങനെയാണ്. നബി നിന്നയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഷിആയിസം കടന്നു വരുന്നത് എങ്ങനെ എന്ന് നിങ്ങൾ ആശ്ചര്യപ്പെടുന്നുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സമുദായത്തെ, മുസ്ലിം സമുദായത്തെ
വേർപെടുത്തുക എന്ന ദൗത്യം ആദ്യമായി വളരെ സമർത്ഥമായി നിർവഹിച്ചവരാണ് ഷിയാക്കൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ കുറിച്ച് ഇവിടെ ഒരു ക്ലാസ് നടക്കുകയുണ്ടായി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് ഇസ്ലാമിൻ്റെ സൗന്ദര്യവും അതോടൊപ്പം തന്നെ ഇസ്ലാമിനെ മറ്റിതര ദർശനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന പല സവിശേഷതകളിൽ ഒന്ന് എന്നും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. എങ്കിൽ ഈ സുന്നത്ത് അനുധാവനം ചെയ്യുന്നത് വഴിയാണ് ഒരു മുസ്ലിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള ബന്ധം സ്ഥാപിക്കുന്നത്. ആ ബന്ധത്തിൻ്റെ അടിവേരറുക്കുകയാണ് ഷിആയിസം ചെയ്തത്. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി സഞ്ചയത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ മുഴുവനും തന്നെ കൊള്ളരുതാത്തവരും വിശ്വസിക്കാൻ കൊള്ളാത്തവരുമാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് പ്രവാചകന്റെ ചര്യ പിൽക്കാലഘട്ടത്തിലേക്ക് ലഭിക്കുവാൻ കാരണഭൂതമായി തീരേണ്ട ആളുകളെക്കുറിച്ച് സംശയമുണ്ടാക്കുന്ന പ്രവർത്തനം ആദ്യമായി ആരംഭിച്ചത് ഷിയാക്കളാണ് എന്നർത്ഥം. ഇവിടെ ജൂതൻ പണിയെടുക്കുകയായിരുന്നു. അത് പിന്നീട് ഇങ്ങനെ തുടർന്ന് പോരുമ്പോൾ നമ്മൾ കാണുക ഹദീസ് നിഷേധത്തിൻ്റെ ഓരോ തലമുറയിലും ഈ രൂപത്തിലുള്ള ഷിയായിസത്തിൻ്റെ അതല്ലെങ്കിൽ ജൂതായിസത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പിൽക്കാലഘട്ടത്തിൽ ഹദീസിൻ്റെ രംഗത്ത് ബുദ്ധിപരമായ യുക്തിപരമായ വ്യാഖ്യാനത്തിൻ്റെ വിപ്ലവമായി എടുത്തു പറയപ്പെട്ട വാസിൽ ഇബ്നു അത്താ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ്റെ തലച്ചോറിൽ രൂപമെടുക്കപ്പെട്ട മുഅത്തസലി പ്രസ്ഥാനത്തിന് അതിൻ്റെയും തലച്ചോറുകൾ അതിൻ്റെയും ഭൗതിക സ്രോതസ് നമ്മൾ തിരഞ്ഞു ചെല്ലുമ്പോൾ എത്തുക ഇതേ തലങ്ങളിൽ തന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആധുനിക കാലഘട്ടത്തിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾക്കറിയാം, ഇന്നും നിലനിൽക്കുന്ന ഒരുപാട് ഹദീസ് നിഷേധ പ്രസ്ഥാനങ്ങൾ ലോകവ്യാപകമായി നമ്മുടെ നാട്ടിലുമല്ല. ഇവരുടെ മുഴുവനും അടിസ്ഥാനപരമായ ആധുനിക കാലഘട്ടത്തിലെ സ്രോതസ് ഇഗ്നാസ് ഗോൾഡ് സീഹർ എന്ന് പറയുന്ന മനുഷ്യൻ 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ എഴുതിയ മുസ്ലിം സ്റ്റഡീസ് എന്ന ഒരുപാട് രചനകളാണ്. ഇഗ്നാസ് ഗോൾഡ് സീഹർ ഒരു ശുദ്ധ ജൂതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ രചനകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈജിപ്തുകാരനായ ഡോക്ടർ മുഹമ്മദ് തൗഫീഖ് സിദ്ദിഖി എന്ന് പറയുന്ന മനുഷ്യൻ ആദ്യമായി അൽ ഇസ്ലാം ഹുവൽ ഖുർആൻ വഹദ എന്ന ലേഖനം പ്രസിദ്ധീകരിക്കുന്നത്. അതിനുശേഷമാണ് മഹ്മൂദ് അബൂ റയ്യ എന്ന് പറയുന്ന മനുഷ്യൻ ഹദീസുകളെ മുസ്ലിം ലോകത്ത് നിഷേധിച്ചുകൊണ്ട് അൽവാഉ സുന്നത്തുൽ മുഹമ്മദിയ്യ എന്ന ഗ്രന്ഥവും ഹദീസ് നിവേദകനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ വളരെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഷെയ്ഖുൽ മുദീറ അബൂ ഹുറൈറ എന്ന ഗ്രന്ഥവും എഴുതിയത്. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഹദീസ് നിഷേധികളെല്ലാം പ്രധാനമായും ആശയ സ്രോതസ്സായി സ്വീകരിക്കുന്നത് ഇഗ്നാസ് ഗോൾഡ് സീഹറുടെയും മഹ്മൂദ് അബൂ റയ്യയുടെയും ഗ്രന്ഥങ്ങളാണ് എന്നുള്ളതാണ് വസ്തുത. ഞാൻ പറഞ്ഞു വന്നത്, പ്രവാചകനോടുള്ള വെറുപ്പ് ജൂതൻ മുസ്ലിം സമുദായത്തിനകത്തേക്ക് കയറി പ്രവാചകൻ്റെ ചര്യയിൽ നിന്ന് സമുദായത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട് സമുദായത്തെ വേർപെടുത്തിക്കൊണ്ട് നിർവഹിച്ചപ്പോൾ റോമ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയും പൗരോഹിത്യത്തെ ചോദ്യം ചെയ്യുന്ന പ്രവർത്തനവും ആരംഭിച്ച ഇസ്ലാമിനോടുള്ള ക്രൈസ്തവ ലോകത്തിൻ്റെ വിരോധം നമ്മൾ കാണുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേർക്കുനേരെ തന്നെ തെറി പറഞ്ഞുകൊണ്ടും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുമുള്ള പ്രവർത്തനങ്ങളിലൂടെ പ്രകടിപ്പിക്കപ്പെടുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ വൃത്തികെട്ട രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് അന്ന് മുതൽ
ആരംഭിച്ച ക്രൈസ്തവ പൗരോഹിത്യത്തിൻ്റെ ക്രൈസ്തവ പ്രചാരകരുടെ പ്രവർത്തനങ്ങൾ ഇന്നും അതേപോലെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പുതുതായി യാതൊന്നും അവതരിപ്പിക്കാനില്ലേ എന്ന് ചോദിക്കാൻ തോന്നുന്ന രൂപത്തിൽ അന്ന് പറഞ്ഞത് അതേപോലെ പുതിയ കുപ്പിയിൽ മാത്രമായി അവതരിപ്പിക്കപ്പെടുക എന്നുള്ളതാണ് ഇന്നത്തെയും അന്നത്തെയും പ്രവാചക നിന്ദകരുടെ ശൈലി. എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ നമ്മൾ ആദ്യമായി കാണുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം നമ്മൾ എഴുതിയ ഗ്രന്ഥങ്ങളിൽ ആദ്യമായി നമ്മൾ കാണുന്നത് ഒരു ക്രൈസ്തവൻ്റെ ഒരു രചനയിലാണ്. റസൂലുള്ളാഹിയെക്കുറിച്ച് ഖുർആനും പ്രവാചക വചനങ്ങളും ഒഴിച്ച് ഇസ്ലാമികമായ സ്രോതസ്സുകളിൽ ഒന്നാമതായി പ്രവാചകനെക്കുറിച്ച് പരാമർശിക്കുന്ന സ്രോതസ് ഡോക്ട്രിന ജാക്കോബി ന്യൂപ്പർ ബാപ്റ്റിസാത്തി എന്ന് പറയുന്ന ലത്തീൻ ഹെഡിങ്ങുള്ള ഗ്രീക്ക് രേഖയാണ്. AD ക്രിസ്താബ്ദം 634 640 മധ്യേ രചിക്കപ്പെട്ടത് എന്ന് കരുതപ്പെടുന്ന പ്രസ്തുത രേഖ, ആ രേഖ ഒരു പ്രത്യേക രൂപത്തിലുള്ളതാണ്. 634 എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം നടക്കുന്നത് 632 ഈ രേഖയിൽ, വളരെ പുരാതനമായ കയ്യെഴുത്ത് രേഖയിൽ ഒരു മനുഷ്യൻ, ജാക്കോബ് എന്ന് പറയുന്ന മനുഷ്യൻ, അയാൾ ക്രിസ്തു മതത്തിലേക്ക് നിർബന്ധിതമായി, ജൂതമതത്തിൽ നിന്ന് നിർബന്ധിതമായി പരിവർത്തനം ചെയ്യപ്പെട്ടയാളാണ്. അയാൾ സംശയത്തോടുകൂടി ബൈസന്റൈൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയെ കണ്ടുകൊണ്ട്, ആ തകർച്ച നടന്നപ്പോൾ ജൂതന്മാർ സന്തോഷിച്ചതിനെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറയാണ്, പിന്നെ ഈ സന്തോഷത്തിൻ്റെ പിന്നിൽ എന്താണ്? ജൂതന്മാർ തലമുറകളായി റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരുന്ന ജൂതന്മാർ, മുസ്ലിങ്ങൾ, അവർ ബൈസന്റൈൻ സാമ്രാജ്യത്തെ, റോമൻ സാമ്രാജ്യത്തിന് മേലെ അധികാരം ഏറ്റെടുത്ത സന്ദർഭത്തിൽ തങ്ങൾക്കൊരു മോചനമായി എന്ന് വിചാരിച്ച കുറേ ജൂതന്മാർ, തങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മിശിഹ രക്ഷകൻ ഈ പ്രവാചകൻ തന്നെയാണ് എന്ന് വിചാരിച്ച ജൂതന്മാർ നിർബന്ധിതമായി ക്രിസ്തുമതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യപ്പെട്ട ജൂതനായ ജാക്കോബ് അപ്പോൾ ഇത് ശരി തന്നെയാണോ എന്ന് സംശയിക്കുകയും ആ സംശയം ഒരു ക്രൈസ്തവ പണ്ഡിതനുമായി പങ്കുവെക്കുകയും ചെയ്ത സന്ദർഭത്തിൽ ആ പണ്ഡിതൻ പറയുന്ന വാക്കുകൾ ഉൾക്കൊള്ളുന്നതാണ് ഈ റസൂലുള്ളാഹിയെക്കുറിച്ചുള്ള ഇസ്ലാമികമല്ലാത്ത പ്രമാണങ്ങളിൽ, ഇസ്ലാമികമല്ലാത്ത രേഖകളിൽ ഒന്നാമത്തെ രേഖ. അതിൽ പറയുന്നത്, ഇയാൾ വന്ന പ്രവാചകൻ വാളുമായിട്ടാണ് വന്നിട്ടുള്ളത്, രക്തമാണ് അയാൾ ചിന്തിച്ചിട്ടുള്ളത്, അയാൾ ഒരു പുതിയതായിട്ട് യാതൊന്നും കൊണ്ടുവന്നിട്ടില്ല, അയാൾ കൊണ്ടുവന്ന കാര്യങ്ങളാകട്ടെ വളരെ അപകടകരമായ കാര്യങ്ങളാണ്. അയാൾക്ക് ഒരു പ്രവാചകന്മാരൊന്നും വാളുമായി വരാറില്ല എന്നതുകൊണ്ട് തന്നെ അയാളൊരു പ്രവാചകനേ അല്ല. പറയുന്നത്, ക്രിസ്തുമതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യപ്പെട്ട ഒരു ജൂതൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ആകർഷകമായ ജീവിതമായി, അതല്ലെങ്കിൽ ജൂതന്മാരുടെ വിമോചനത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന വ്യക്തിയുടെ ജീവിതമായി മനസ്സിലാക്കുകയും പ്രവാചക ജീവിതത്തെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തപ്പോൾ അവിടെ വെച്ച് ക്രൈസ്തവ പണ്ഡിതൻ, പുരോഹിതൻ അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ്. വേദപണ്ഡിതൻ ആയി പരിചയപ്പെടുത്തപ്പെടുന്ന വ്യക്തി വാളുമായി പ്രവാചകന്മാരൊന്നും വരാറില്ല എന്ന് പറയുമ്പോൾ അയാൾ വേദഗ്രന്ഥം, അവരുടെ കയ്യിലുള്ള വേദഗ്രന്ഥം ഒരു തവണ പോലും വായിച്ചു നോക്കിയിട്ടില്ല എന്ന് തന്നെയാണ് അതിനർത്ഥം. ബൈബിൾ തോറാ പുസ്തകത്തിൽ നിരന്തരമായി പ്രവാചകന്മാർ വാളെടുത്തതും യുദ്ധം ചെയ്തതും നമുക്ക് കാണാൻ സാധിക്കും. പറഞ്ഞു വരുന്നത്, യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്ന് തുടങ്ങിയ, അന്ന് AD പ്രവാചകൻ്റെ ജീവിതാവസാനം കഴിഞ്ഞ് 2 വർഷങ്ങൾക്ക് ശേഷം
ഒരു ക്രൈസ്തവ പുരോഹിതൻ ഒരു നിഷ്കളങ്കനായ ഒരു മനുഷ്യനോട് പറഞ്ഞ പദങ്ങൾ അത് അതേപോലെ 2006 ഒക്ടോബർ മാസം 12-ാം തീയതി ജർമ്മനിയിലെ റിക്സിൻബർഗ് സർവകലാശാലയിൽ വെച്ച് ലോകത്തെ ക്രൈസ്തവ സഭകളുടെ അത്യുന്നതനായ നേതാവ് എന്ന് പറയാൻ കഴിയുന്ന പോപ്പ് ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ നടത്തിയ പ്രഭാഷണത്തിൽ അദ്ദേഹം അത് തന്നെ പറഞ്ഞു. ഏകദേശം 1400-ലധികം കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും മാർപ്പാപ്പ പറഞ്ഞത് ഒരു പുതുമയുമുള്ള വർത്തമാനമായില്ല. മാർപ്പാപ്പ പറഞ്ഞതും മുഹമ്മദ് എന്താണ് പുതുതായി കൊണ്ടുവന്നത്? കുറേ ആളുകളുടെ രക്തം ചിന്തി എന്നല്ലാതെ, കുറേ ആളുകളെ കൊന്നൊടുക്കി എന്നല്ലാതെ എന്നാണ്. ഇത് 2006 AD 634 നിന്ന് 2006 ദൂരം 1400 ചില്ലാനം വർഷങ്ങളുടെ ദൂരപാട്. പക്ഷേ നബി വിമർശകരുടെ, നബി നിന്ദകരുടെ തലച്ചോറിൻ്റെ വളർച്ച അന്നത്തെ അതേ വളർച്ചയാണ്. ഇന്നും ഒരല്പം പോലും മുന്നോട്ട് പോയിട്ടില്ല. നബി നിന്ന, പ്രവാചക നിന്ന, പൗരാണികവും ആധുനികവും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ വളർച്ചയില്ലായ്മയെക്കുറിച്ചാണ് എനിക്ക് പ്രധാനമായും സൂചിപ്പിക്കുവാനുള്ളത്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തലമുറകളായി നിന്ദിക്കപ്പെടുന്നു, വിമർശിക്കപ്പെടുന്നു, തമസ്കരിക്കപ്പെടുന്നു, പ്രവാചകന്റെ വ്യക്തിത്വത്തെ വളരെ മോശമായി ചിത്രീകരിക്കുന്നു. ഇത് കേവലം യാദൃച്ഛികമായി ഉണ്ടാകുന്നതാണ് എന്ന് കരുതുവാൻ യാതൊരു ന്യായവുമില്ല. ചർച്ചുകളുടെ നേതാക്കളിൽ ഒരാളായി അറിയപ്പെടുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഏതാനും പതിറ്റാണ്ടുകൾക്കുള്ളിൽ ജീവിച്ച ജോൺ ദ ഡമാസ്കസ് എന്ന് പറയുന്ന മനുഷ്യൻ, ജോൺ ഓഫ് ഡമാസ്കസ്, ദമാസ്കസുകാരനായ യോഹന്നാൻ, അദ്ദേഹം എഴുതിയ ഒരു ഗ്രന്ഥമാണ് റസൂലുള്ളാഹിയെക്കുറിച്ച് നേർക്കുനേരെ പരാമർശമുള്ള പൂർണ്ണമായ ഔദ്യോഗികമായ ക്രൈസ്തവ രേഖ. അദ്ദേഹം എഴുതിയ ഓൺ ഹെറസീസ് എന്ന ഗ്രന്ഥം. ആ പുസ്തകത്തിൽ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പറയുന്നത് അന്തിക്രിസ്തുവിന്, മസീഹുദ്ദജ്ജാലിന് വഴിയൊരുക്കുവാൻ വേണ്ടി കടന്നു വന്ന വ്യക്തിയാണ് മുഹമ്മദ് എന്നാണ്. സമയം നമ്മൾ ആലോചിക്കണം. അറേബ്യയിൽ നിന്ന് ആരംഭിച്ച് ഇസ്ലാമിൻ്റെ വെളിച്ചം സിറിയക്കാരനാണ് ഇത് എഴുതുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിൻ്റെ വെളിച്ചം സിറിയയിലും പലസ്തീനിലും അടുത്ത പ്രദേശങ്ങളിലുമെല്ലാം വ്യാപിക്കുവാൻ വേണ്ടി വ്യാപിച്ചു കൊണ്ടിരുന്ന സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്തിക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വേണ്ടി കടന്നു വന്ന വ്യക്തിയായി അവതരിപ്പിച്ചുകൊണ്ട് ചർച്ചുകളുടെ നേതാവ്, സെന്റ് എന്ന് വിളിക്കപ്പെടുന്ന, സെന്റ് എന്ന് പറഞ്ഞാൽ വിശുദ്ധൻ എന്നാണ്, വിശുദ്ധനായി വാഴ്ത്തപ്പെടുന്ന ജോൺ ദ ഡമാസ്കസ് പറഞ്ഞു വെച്ചത്. പിന്നീട് നമ്മൾ കാണുക നിരന്തരമായുള്ള നബി നിന്ന തന്നെയാണ്, നിരന്തരമായി. പൗലോസ് അൽവോറസ് എന്ന് പറയുന്ന പണ്ഡിതൻ, അയാൾ പറഞ്ഞത് കേവലം അന്തിക്രിസ്തു എന്ന് പറയുന്നത് മസീഹുദ്ദജ്ജാലാണ്. അന്തിക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വേണ്ടി കടന്നു വന്ന വ്യക്തി മാത്രമല്ല മുഹമ്മദ്, മറിച്ച് യഥാർത്ഥ അന്തിക്രിസ്തു തന്നെയാണ് എന്നാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്തിക്രിസ്തുവിന് വഴി നടത്തുവാൻ വേണ്ടി കടന്നു വന്ന വ്യക്തിയുമെല്ലാമായി അവതരിപ്പിച്ചുകൊണ്ടാണ് ക്രൈസ്തവ ലോകം ഇസ്ലാമിൻ്റെ വ്യാപനത്തെ പ്രതിരോധിക്കുവാൻ വേണ്ടിയുള്ള ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടിയത്. ക്രിസ്താബ്ദം 1000 ആണ്ടാകുമ്പോഴേക്ക് ലോകത്തിൻ്റെ മറ്റൊരു ചിത്രം നമ്മൾ കാണുന്നു. അത് കുരിശു യുദ്ധങ്ങളുടെ ചിത്രമാണ്. 1071 ബൈസന്റൈൻ ചക്രവർത്തിയായ അലക്സിയോസ് ഒന്നാമൻ ചക്രവർത്തി, അന്നത്തെ പോപ്പ്
പോപ്പ് അർബൻ രണ്ടാമന് ഒരെഴുത്തയക്കുകയുണ്ടായി. എഴുത്തിൽ പറയുന്നത് പലസ്തീനും അനുബന്ധ പ്രദേശങ്ങളും അടങ്ങുന്ന നമ്മുടെ വിശുദ്ധ സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളെ മോചിപ്പിക്കുവാൻ എൻ്റെ ക്രൈസ്തവ ലോകം സമ്മതിക്കണം എന്നാണ്, അല്ലെങ്കിൽ ക്രൈസ്തവ ലോകം സഹായിക്കണമെന്ന്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോപ്പ് അർബൻ രണ്ടാമൻ ഒരു കൗൺസിൽ വിളിച്ചു ചേർത്തു. ക്രൈസ്തവ ചരിത്രത്തിൽ ക്ലർമണ്ട് കൗൺസിൽ എന്നറിയപ്പെടുന്ന കൗൺസിൽ 1095 നവംബർ മാസം 18 മുതൽ 28 വരെ നീണ്ട 11 ദിവസം നീണ്ടുനിന്ന കൗൺസിൽ. ആ കൗൺസിലിൽ നവംബർ മാസം 27-ാം തീയതി പോപ്പ് അർബൻ രണ്ടാമൻ പ്രസംഗത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം ചോദിച്ചു, ക്രൈസ്തവ ലോകമേ, നിങ്ങൾക്ക് എന്ത് പറ്റി? നമ്മുടെ വിശുദ്ധ സ്ഥലങ്ങളിൽ ഇതാ കാടന്മാർ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രാകൃതന്മാർ, സംസ്കാരം എന്താണ് എന്നറിയാത്തവർ, വൃത്തികെട്ടവർ, ബഹുദൈവാരാധകരെക്കാളും വൃത്തികെട്ടയാളുകൾ. അവരെ കൊന്നൊടുക്കൽ ഒരിക്കലും ഒരു തിന്മയായി ദൈവം മനസ്സിലാക്കുന്നേയില്ല. ആ രൂപത്തിലുള്ള ചെകുത്താനെ പോലെ കരുതി കൊന്നൊടുക്കപ്പെടേണ്ട ഒരു വിഭാഗം നമ്മുടെ വിശുദ്ധ സ്ഥലങ്ങൾ, ക്രിസ്തു ജനിച്ച സ്ഥലങ്ങൾ, ക്രിസ്തു വിശുദ്ധമായി നമുക്ക് അവശേഷിപ്പിച്ച സ്ഥലങ്ങൾ, അതാ അവർ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നു. എന്തേ നിങ്ങൾക്കൊരു മോചനത്തിന് ശ്രമിച്ചുകൂടെ? നമുക്കറിയാം, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ പലസ്തീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്മാർക്ക് നേതൃത്വം നിന്നുകൊണ്ട് നമസ്കരിക്കുകയും ആകാശാരോഹണം നടത്തുകയും ചെയ്ത ബൈത്തുൽ മുഖദ്ദസ് അടങ്ങുന്ന സ്ഥലം മുസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ, ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിലേക്ക് വന്നിരുന്നു. അതിനുശേഷം ഈ പ്രഖ്യാപനത്തിൻ്റെ 1095 നടത്തിയ 95 നവംബർ മാസം 27-ാം തീയതി നടത്തിയ ഈ പ്രഖ്യാപനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് 1096 ഓഗസ്റ്റ് മാസം 15-ാം തീയതി പുറപ്പെട്ടാരംഭിച്ചതാണ് കുരിശുയുദ്ധങ്ങളുടെ ആദ്യത്തെ സൈന്യം. ഇറ്റലിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഒരു കൂട്ടിയ ആയിരക്കണക്കിന് ആളുകളുമായി പീറ്റർ ദ ഹെർമിറ്റ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ നേതൃത്വത്തിൽ മധ്യപൗരസ്ത്യ ദേശത്തേക്ക് ഒരു വലിയ പടയാളി സമൂഹം പോവുകയായിരുന്നു. ആ പടയാളി സമൂഹത്തെ ചരിത്രകാരന്മാർ വിളിക്കുന്നത് പടയാളികളെന്നല്ല, മറിച്ച് നരഭോജകരെന്നാണ്. മുസ്ലിങ്ങളായ ചരിത്രകാരന്മാരല്ല, നരഭോജകരെന്നാണ്. എന്തുകൊണ്ടെന്നാൽ വഴിയിൽ കണ്ട മുസ്ലിം പള്ളികളും മുസ്ലിങ്ങളെയും കൊന്നൊടുക്കിയും നശിപ്പിച്ചും ഇസ്ലാമികമായ സംസ്കാരത്തിൽ നിന്ന് ഏറെ അകന്നുപോയി കഴിഞ്ഞിരുന്ന മുസ്ലിം സമൂഹങ്ങൾ പ്രതിരോധിക്കുവാൻ പോലും കഴിയാതെ മുകളിലേക്ക് നോക്കി നിന്ന സമയത്ത് അവരെ അരിഞ്ഞു വീഴ്ത്തിയും നശിപ്പിച്ചും അവരെ കുഞ്ഞുങ്ങളെപ്പോലും കൊന്നൊടുക്കിയും കണ്ട പള്ളികളെയെല്ലാം നശിപ്പിച്ചും കൊണ്ട് ആ സമൂഹം നീങ്ങുകയായിരുന്നു. അങ്ങനെ 1099 ജൂലൈ മാസം 15-ാം തീയതി പലസ്തീൻ കുരിശു യോദ്ധാക്കൾ പിടിച്ചടക്കി. പലസ്തീൻ മാത്രമല്ല, അവിടുത്തെ അനുബന്ധ പ്രദേശങ്ങളും. ഏകദേശം 88 വർഷക്കാലം ക്രൈസ്തവരുടെ ഭരണത്തിന് കീഴിലായി ബൈത്തുൽ മുഖദ്ദിസും അനുബന്ധ പ്രദേശങ്ങളും. അതിന് അറുതിയുണ്ടാകുന്നത് 1100-കളുടെ അവസാനത്തിൽ സലാഹുദ്ദീൻ അയ്യൂബി എന്ന് പറയുന്ന മുസ്ലിം പടയാളിയുടെ നേതൃത്വത്തിൽ ബൈത്തുൽ മുഖദ്ദിസിനെ വിമോചിപ്പിക്കുവാൻ വേണ്ടിയുള്ള പോരാട്ടം നടന്നപ്പോഴാണ്.
1187 1999 ക്രൈസ്തവരുടെ കയ്യിലേക്ക് പോയ ബൈത്തുൽ മുഖദ്ദിസ് 1187 നീണ്ട 88 വർഷങ്ങൾക്ക് ശേഷം സലാഹുദ്ദീൻ അയ്യൂബിയുടെ നേതൃത്വത്തിൽ ഉള്ള മുസ്ലിം സൈന്യം ബൈത്തുൽ മുഖദ്ദിസ് തിരിച്ചു പിടിച്ചു. ബൈത്തുൽ മുഖദ്ദിസ് തിരിച്ചു പിടിച്ചത് അറിഞ്ഞ് പോപ്പ് അർബൻ മൂന്നാമൻ മാർപ്പാപ്പ, പോപ്പ് അർബൻ രണ്ടാമനായിരുന്നു നേരത്തെ പറഞ്ഞ കുരിശ് യുദ്ധത്തിൻ്റെ തുടക്കക്കാരൻ, പോപ്പ് അർബൻ മൂന്നാമൻ മാർപ്പാപ്പ അതറിഞ്ഞ് ഹൃദയസ്തംഭനം മൂലം മരിച്ചുപോയി എന്നാണ് ചരിത്രം. ക്രൈസ്തവ ലോകം ആകെ ഞെട്ടിത്തെറിച്ചു. അപ്പോഴേക്ക് ഇംഗ്ലണ്ട് ക്രൈസ്തവ ലോകത്തിൻ്റെ നേതൃത്വത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞിരുന്നു. ഇംഗ്ലണ്ടിലെ അന്നത്തെ ചക്രവർത്തി റിച്ചാർഡ് ഒന്നാമൻ ചക്രവർത്തി, റിച്ചാർഡ് ദ ലയൺ ഹാർട്ടഡ് എന്നറിയപ്പെട്ടിരുന്ന ചക്രവർത്തി, സിംഹത്തിൻ്റെ ഹൃദയമുള്ളവനായ റിച്ചാർഡ് എന്നറിയപ്പെട്ടിരുന്ന ചക്രവർത്തി, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സലാഹുദ്ദീനെതിരെയുള്ള ഒരു പോരാട്ടപ്പട ഒരുമിച്ച് കൂട്ടപ്പെട്ടു. ഇറ്റലിയിലും ഫ്രാൻസിലും ഇംഗ്ലണ്ടിലുമെല്ലാം അവിടെയുള്ള നികുതികളിലൊന്ന് സലാദ്ദീൻ ടിത്ത് എന്ന പേരിൽ ഉള്ള നികുതി പിരിച്ചു. സലാദ്ദീൻ്റെ നികുതി, സലാഹുദ്ദീനെ തകർക്കാൻ വേണ്ടിയുള്ള നികുതി. അങ്ങനെയാണ് റിച്ചാർഡ് ഒന്നാമൻ ചക്രവർത്തിയുടെ സിംഹഹൃദയമുള്ള റിച്ചാർഡ് ദ ലയൺ ഹാർട്ടഡ് എൻ്റെ നേതൃത്വത്തിലുള്ള വലിയൊരു സൈന്യം യൂറോപ്പിൽ നിന്ന് ഇസ്ലാമിക ലോകത്തേക്ക് കടന്നു ചെല്ലുന്നത്. 88 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രം അറിയാം അവർക്ക്. തങ്ങൾ കടന്നു പോയപ്പോൾ അവിടെയുണ്ടായിരുന്ന ആളുകളെ കൊന്നൊടുക്കിയും നശിപ്പിച്ചും മനുഷ്യൻ എന്ന് മനുഷ്യത്വം എന്ന് പറയാൻ കഴിയാവുന്നതിൽ അപ്പുറത്ത് മൃഗീയമെന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ പോലും നാണിക്കുന്ന പൈശാചികമെന്ന പേര് മാത്രമുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് കടന്നുപോയ സ്ഥലത്ത് അവരിൽ നിന്ന് പിടിച്ചടക്കുവാൻ വേണ്ടി ഇസ്ലാമിക ലോകത്തേക്ക് കടന്നു വന്ന ഇംഗ്ലണ്ടിലും ഇറ്റലിയിലും യൂറോപ്പിലുമെല്ലാമുള്ള ക്രൈസ്തവ പടയാളികൾ ഇസ്ലാമിക ലോകത്തെ നേർക്കുനേരെ അനുഭവിക്കുവാൻ തുടങ്ങിയ സന്ദർഭമായിരുന്നു അത്. അതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ 1099 പലസ്തീൻ പിടിച്ചടക്കിയതിന് ശേഷം പിന്നീട് ക്രൈസ്തവ പൗരോഹിത്യം ശ്രമിച്ചത് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എങ്ങനെ മുസ്ലിങ്ങളെ ക്രൈസ്തവവൽക്കരിക്കാം എന്ന് പഠിക്കുന്നതിന് വേണ്ടിയാണ്. അതിന് പൗലോസ് അൽവോറസിൻ്റെ ശിഷ്യനായ റോബർട്ട് ദ കെറ്റോൺ എന്ന് പറയുന്ന മനുഷ്യൻ ലാറ്റിൻ ഭാഷയിലേക്ക് അറബി ഭാഷ പഠിച്ച് ലാറ്റിൻ ഭാഷയിലേക്ക് പരിശുദ്ധ ഖുർആനിൻ്റെ ആദ്യത്തെ പരിഭാഷ പുറത്തിറക്കി. ആ പരിഭാഷയുടെ തലക്കെട്ട് അദ്ദേഹം കൊടുത്തത് ലക്സ് മഹമ്മദ സ്യൂഡോ പ്രൊഫറ്റെ എന്നാണ്. കള്ളപ്രവാചകനായ മുഹമ്മദിൻ്റെ നിയമം എന്നർത്ഥം. പരിശുദ്ധ ഖുർആനിൻ്റെ പരിഭാഷ എന്ന പേരിൽ തനിക്ക് തോന്നിയതെല്ലാം എഴുതി വെച്ച പുസ്തകം അതായിരുന്നു യൂറോപ്പ് നീണ്ട 4 നൂറ്റാണ്ട് കാലം ഇസ്ലാമിനെ അറിയാൻ വേണ്ടി ഉപയോഗിച്ച ഗ്രന്ഥങ്ങളിൽ പ്രധാനപ്പെട്ടത്. അവിടെ നിന്നാണ് സലാഹുദ്ദീൻ അയ്യൂബിയുടെ നേതൃത്വത്തിലുള്ള പലസ്തീനിൻ്റെ തിരിച്ചുപിടിക്കൽ നടക്കുന്നതും അവരിൽ നിന്ന് അത് തിരിച്ചുപിടിക്കാൻ വേണ്ടി റിച്ചാർഡ് ദ ലയൺ ഹാർട്ടഡിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം പോകുന്നതും. റിച്ചാർഡ് ദ ലയൺ ഹാർട്ടഡ് അവരുമായി അർസൂഫിൽ വെച്ച് സലാഹുദ്ദീൻ്റെ സൈന്യം ഏറ്റുമുട്ടി. ആ ഏറ്റുമുട്ടിയ സന്ദർഭത്തിൽ അവസാനം സലാഹുദ്ദീൻ്റെ സൈന്യത്തിന് മുന്നിൽ റിച്ചാർഡ് ദ ലയൺ ഹാർട്ടഡിൻ്റെ സൈന്യത്തിന് പിന്തിരിഞ്ഞു പോരേണ്ടി വന്നു എന്നത് ചരിത്രം. അതോടൊപ്പം തന്നെയുള്ള ചരിത്രമാണ് മുസ്ലിങ്ങളുടെ ഇസ്ലാമിൻ്റെ സംസ്കാരത്തെ പഠിക്കാൻ
റിച്ചാർഡ് ദ ലയൺ ഹേർട്ടഡിന് അടക്കം പ്രചോദനമായി തീർന്നു അന്നത്തെ ആ സൈനിക നീക്കം എന്നുള്ള ചരിത്രം. എന്തുകൊണ്ടെന്നാൽ ശത്രുവിനോട് മാത്രം പോരാടുക എന്ന മുസ്ലിങ്ങളുടെ യുദ്ധനീതി, ആരോടും വെറുപ്പില്ല എന്ന മുസ്ലിങ്ങളുടെ അടിസ്ഥാനപരമായ മാനവികതാ സിദ്ധാന്തം, നേർക്ക് നേരെ പോരാടുന്നവരോടുള്ള പോരാട്ടം മാത്രമാണ്, ആ പോരാട്ടം തന്നെ അവരുടെ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളത് മാത്രമാണ് എന്നുള്ള ഇസ്ലാമിൻ്റെ ദാർശനിക സ്വഭാവം, ഇതെല്ലാം പ്രകടമാക്കപ്പെടുകയായിരുന്നു അവിടെ വെച്ച്. എന്തിനധികം ഇംഗ്ലണ്ടിൽ നിന്ന് മുസ്ലിങ്ങളെ കൊന്ന് നശിപ്പിച്ച് ആ പലസ്തീനിനെ പിടിച്ചടക്കുവാൻ വേണ്ടി കടന്നു വന്ന റിച്ചാർഡ് ദ ലയൺ ഹേർട്ടഡ് യുദ്ധത്തിൻ്റെ മൂർധന്യ സന്ദർഭത്തിൽ സൈന്യനായകനായ റിച്ചാർഡ് ദ ലയൺ ഹേർട്ടഡിന് പനി പിടിക്കുകയും ആ പനി പിടിച്ച് കിടക്കുകയും ചെയ്തപ്പോൾ യുദ്ധം നിർത്തിവെക്കുവാൻ സലാഹുദ്ദീൻ ആഹ്വാനം ചെയ്യുകയും പനി പിടിച്ചവൻ രോഗിയാണ്, ശത്രുവല്ല, രോഗി നമ്മുടെ നാട്ടിലാണ്, അയാളെ സഹായിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കൊട്ടാര വൈദ്യനെ പറഞ്ഞയച്ചു കൊടുക്കുകയും ചെയ്തത് യൂറോപ്യൻ്റെ മനസ്സിൽ, യൂറോപ്യൻ്റെ വീക്ഷണത്തിൽ അയാൾക്ക് ആ സംഭവം വലിയ വലിയ സ്വാധീനമാണ് ഉണ്ടാക്കിയത്. ഒന്നല്ല, ഇതേപോലെ അർസൂഫ് യുദ്ധത്തെക്കുറിച്ച് യൂറോപ്യൻ ചരിത്രകാരന്മാർ എഴുതുക, കുരിശു പടയാളികളല്ലാത്ത ഒരു ക്രൈസ്തവനെ പോലും ആക്രമിക്കാത്ത, ഒരു സാധാരണക്കാരന് പോലും നേരെ പോലും ആക്രമണമുണ്ടാകാത്ത, ഒരു ചർച്ചിന് നേരെ പോലും തകർച്ചയുടെ സ്വരമുണ്ടാകാത്ത യുദ്ധമെന്നാണ്. എന്തിനു പകരമായിരുന്നു യുദ്ധം എന്ന് നമ്മൾക്കറിയാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അവസ്ഥയിൽ യൂറോപ്പ് ഇസ്ലാമിനെക്കുറിച്ച് അന്തിക്രിസ്തുവിൻ്റെ ആദർശമെന്ന് പഠിച്ചു വെച്ചിരുന്ന യൂറോപ്പിലെ സാധാരണക്കാരുടെ മനസ്സിൽ സലാഹുദ്ദീനും ഇസ്ലാമും ഒരു ഹീറോ ആയി ഉയരുന്നതാണ് നമ്മൾ കാണുന്നത്. ആ ഹീറോ ആയി ഉയരുന്നതിൻ്റെ നേർക്കുനേരെയുള്ള പ്രതിഫലനം നമുക്കിപ്പോഴും സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഖബറിടം സന്ദർശിക്കുവാൻ വേണ്ടി ചെന്നാൽ നമുക്ക് കാണാൻ കഴിയും. സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഖബറിടം സന്ദർശിക്കാൻ ചെന്നാൽ അവിടെ ഒരു ഖബറല്ല ഉള്ളത്, 2 ഖബറാണ്. ഒന്ന് ഒറിജിനൽ, മറ്റൊന്ന് ഡ്യൂപ്ലിക്കേറ്റ്. നമ്മുടെ നാട്ടിലെല്ലാം ഉള്ളതുപോലെ ഏതെങ്കിലും രൂപത്തിലുള്ള സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല ഡ്യൂപ്ലിക്കേറ്റ് ഖബറിടം. മറിച്ച് 18-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിലെ രാജാവ് അവിടെ വന്നപ്പോൾ ആ രാജാവ് സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഖബറിടം കണ്ടപ്പോൾ 18-ാം നൂറ്റാണ്ട് 12-ാം നൂറ്റാണ്ടിൽ കടന്നു പോയ ഒരു മനുഷ്യൻ്റെ ഖബറിടം 6 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് യൂറോപ്യനായ ഒരു ചക്രവർത്തി വന്ന് കണ്ടപ്പോൾ ഇതാ ഈ മഹാനായ മനുഷ്യൻ്റെ ആദരവിന് പോന്ന, ബഹുമാന്യതക്ക് പോന്ന, അയാളുടെ വലുപ്പത്തിന് പോന്ന ഖബറിടമായില്ല ഇത് എന്ന് അദ്ദേഹത്തിന് തോന്നുകയും അപ്പോൾ ഒരു രാജകീയമായ നല്ലൊരു ഖബറിടം നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയാണ് 2 ഖബറിടം ഉണ്ടായത്. ഞാനത് പറയുന്നത് 6 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും യൂറോപ്യൻ്റെ മനസ്സിൽ മാറ്റമില്ലാത്ത രൂപത്തിലുള്ള ഒരു ഹീറോ ആയി മാറാൻ സലാഹുദ്ദീന് കഴിഞ്ഞത് ഈ ഒരു കുരിശ് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിലുള്ള മുസ്ലിങ്ങളുടെ രീതിയിൽ നിന്നായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാകുവാൻ വേണ്ടിയാണ്. സ്വാഭാവികമായും ഇതിൻ്റെ അനുരണനമായി കുരിശ് യുദ്ധത്തിന് ശേഷം ഇസ്ലാമിക ആദർശം യൂറോപ്പ് ഗൗരവതരമായി ചർച്ച ചെയ്തിട്ടുണ്ടാകണം. നമ്മളത് മനസ്സിലാക്കുക. യൂറോപ്പിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അതിനുശേഷം ഉണ്ടായ രചനകളിൽ നിന്നാണ്. നമ്മൾ 12-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള ഇംഗ്ലീഷ്, ആംഗ്ലേയ, ഫ്രഞ്ച് സാഹിത്യങ്ങളിലൂടെ കടന്നു പോയാൽ അവിടെ ഒരു നാമം നമുക്ക് കാണാൻ കഴിയും. വൃത്തികേടുകളുടെ, കൊള്ളരുതായ്മകളുടെ, ലോകത്തെ സകലവിധ തിന്മകളുടെയും കേദാരമായ ഒരു പേര്. ആ പേര് അവർ മഹാമട്ട് എന്ന് വിളിച്ചു, മഹൗണ്ട് എന്ന് വിളിച്ചു, മുഹമ്മദ് എന്ന് വിളിച്ചു, മഹമ്മദ് എന്ന് വിളിച്ചു, അങ്ങനെ പല പേരുകൾ വിളിച്ചു. അവരുടെ നോവലുകളിൽ, കഥകളിൽ, നാടകങ്ങളിൽ, കവിതകളിൽ എല്ലാം ഈ പേര് നിറഞ്ഞു നിന്നു. തിന്മകളുടെ മുഴുവനും ചിത്രമായ പേര്.
എന്തിനീ പേര് ഇങ്ങനെ തിന്മവൽക്കരിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇസ്ലാമിൻ്റെ പ്രവാചകനെ ഗൗരവതരമായി പഠിക്കാൻ ആരും സന്നദ്ധമായിക്കൂടാ. അത്രക്കും വൃത്തികെട്ടയാളാണ് അയാൾ. ആ കാലഘട്ടത്തിലാണ് യൂറോപ്പ് മഹൗണ്ട് എന്ന പേര് കണ്ടുപിടിച്ചത്. മുഹമ്മദ് എന്ന് എഴുതാൻ കഴിഞ്ഞാഞ്ഞിട്ടല്ല, ഇംഗ്ലീഷിലും ഫ്രഞ്ച് ഭാഷയിലും വളരെ സുന്ദരമായി മുഹമ്മദ് എന്ന് എഴുതാൻ കഴിയും. പക്ഷേ മഹൗണ്ട് എന്ന പേര് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ സവിശേഷതകൾ മുഴുവനുമുള്ള വ്യക്തിക്ക് നോവലുകളിലും കവിതകളിലും നാടകങ്ങളിലും മഹൗണ്ട് എന്ന പേര് കണ്ടുപിടിച്ചത് മഹൗണ്ട് പിശാചിൻ്റെ അവതാരമായതുകൊണ്ടായിരുന്നു. പിശാചിൻ്റെ അവതാരമാണ് മഹൗണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം ക്രിസ്താബ്ദം 666 എന്ന് സ്ഥാപിക്കുന്നതാണ് അക്കാലഘട്ടത്തിലെ ഒരുപാട് ഗവേഷണ പ്രബന്ധങ്ങൾ. എന്താ 666 പ്രത്യേകത എന്ന് നമ്മൾ അറിയണം. ക്രൈസ്തവ ബൈബിളിൻ്റെ വെളിപാട് പുസ്തകത്തിൽ, അവസാനത്തെ പുസ്തകമായ വെളിപാട് പുസ്തകത്തിൽ അവസാന നാളിൽ വരാൻ പോകുന്ന ഒരു ഭീമാകാരമായ വൃത്തികെട്ട ജന്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ജന്തുവിൻ്റെ നമ്പറാണ് 666. ഇക്കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് നമ്മൾക്കുള്ളതുപോലെ ഒരു പൈശാചിക ത്രിത്വമുണ്ട് എന്ന് കണ്ടുപിടിച്ച ചില ഗവേഷണങ്ങളും നമ്മൾ കാണും. മുസ്ലിങ്ങൾക്കുമുണ്ടൊരു ത്രിത്വം. ആ ത്രിത്വത്തിലുള്ളത് ടെട്രാമെഗ്രോൺ ആണ് ഒന്ന്, മറ്റൊന്ന് അപ്പോളിയോടാണ്, മറ്റൊന്ന് മഹൗണ്ടുമാണ്. ടെട്രാമെഗ്രോൺ ആണത്രേ മുസ്ലിങ്ങളുടെ ദൈവം. അപ്പോളിയോൺ എന്ന് പറഞ്ഞാൽ ലൂസിഫറിൻ്റെ അവതാരമാണ്. ലൂസിഫർ എന്ന് പറഞ്ഞാൽ ചെകുത്താനാണ്, സാത്താൻ. പിന്നെ മഹൗണ്ട്. ഇവർ മൂന്നും കൂടിയ ഒരു ത്രിയേകത്വത്തിലാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് എന്നാണ്. എന്തിനധികം ഇസ്ലാം മദ്യം നിഷിദ്ധമാക്കുവാനും പന്നിയിറച്ചി നിഷിദ്ധമാക്കുവാനുമുള്ള കാരണമെന്താണ് എന്ന് അക്കാലഘട്ടത്തിൽ ഗവേഷണം ചെയ്ത ഒരാൾക്ക് കിട്ടിയ ഉത്തരം, മുഹമ്മദ്, അവരുടെ ഭാഷയിൽ മഹൗൻ, അയാൾ മദ്യപിച്ച് ലക്കുകെട്ട് ഒരു പന്നിക്കൂട്ടം കുത്തിക്കൊല്ലുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് പിൽക്കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾക്ക് മദ്യവും അതേപോലെ തന്നെ പന്നിയിറച്ചിയും നിഷിദ്ധമാകാൻ കാരണമെന്താണ് ഒരാളുടെ ഗവേഷണം. ശനിയും ഞായറുമല്ലാതെ വെള്ളിയാഴ്ച ദിവസത്തെ എന്തിനു വേണ്ടിയാണ് വിശുദ്ധ ദിവസമായി മുസ്ലിങ്ങൾ സ്വീകരിച്ചത് എന്ന ചോദ്യത്തിനുള്ള മറ്റൊരാളുടെ ഗവേഷണം, വെള്ളിയാഴ്ച വീനസിൻ്റെ ദിവസമാണ് എന്നും വീനസ് പ്രേമത്തിൻ്റെ ദേവതയാണ് എന്നും ഒരുപാട് സ്ത്രീകളുമായി രമിച്ച് മുന്നേറിയ വ്യക്തിയുടെ വിശുദ്ധ ദിവസമായി വീനസിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തതാണ്, വീനസിൻ്റെ ദിവസത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്തതാണ് എന്നാണ് മറ്റൊരാളുടെ നിഗമനം. ഇങ്ങനെ പോകുന്നു ഗവേഷണങ്ങൾ. എന്തിനധികം ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട മധ്യകാലഘട്ടത്തിലെ സാഹിത്യകൃതികളിലൊന്ന് എന്ന് പറയുന്ന ഡാന്റെയുടെ ഡിവൈൻ കോമഡി എന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിന് 3 ഭാഗങ്ങളാണുള്ളത്. ഒരു ഭാഗം ഇൻഫർണോയാണ്. ഇൻഫർണോ എന്നാൽ നരകമെന്നർത്ഥം. ആ നരകത്തിൽ കിടന്ന് പ്രയാസപ്പെടുന്ന, നരകത്തിൻ്റെ 9ാമത്തെ ചുറ്റലിൽ കിടന്ന് പ്രയാസപ്പെടുന്ന നരകത്തിൽ ഇങ്ങനെ ചുട്ടരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ പേരും മഹാമത് എന്നാണ്. നവോത്ഥാനത്തിൻ്റെ ശില്പികളിൽ ഒരാളായി എടുത്തു പറയപ്പെടുന്ന വോൾട്ടയറുടെ മഹാമത്ത് എന്ന് പറയുന്ന ഒരു നാടകം തന്നെയുണ്ട്. അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ക്രൂരതയുടെ പര്യായമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഞാൻ പറയുന്നത് മധ്യകാലഘട്ടത്തിൽ കുരിശ് യുദ്ധത്തോടനുബന്ധിച്ചുണ്ടായ ഇസ്ലാമിനെ പഠിക്കാൻ, മനസ്സിലാക്കുവാൻ, അറിയാൻ വേണ്ടിയുള്ള പ്രചോദനത്തെ തടയാൻ ചെയ്തത് ഇത്തരത്തിലുള്ള നബി നിന്ദകളിലൂടെയാണ് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഇതിന് ഒരു ദിശാമാറ്റമുണ്ടാകുന്നത് 1800കളുടെ മധ്യകാലഘട്ടത്തിലാണ്. 1840 മെയ് മാസം 8-ാം തീയതി ലണ്ടനിലെ ബുദ്ധിജീവി സദസ്സിൻ്റെ മുന്നിൽ തോമസ് കാർലൈൽ എന്ന് പറയുന്ന അന്നത്തെ ഒരു ബുദ്ധിജീവി, അദ്ദേഹം ഒരു പ്രഭാഷണം നടത്തി. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് എത്ര കാലപാട്
ഒരു ചരിത്ര പുരുഷനെ ആയിരക്കണക്കിന് മനുഷ്യർ തങ്ങളുടെ ജീവിതത്തിൻ്റെ ആധാരമായി കാണുന്ന ഒരു ചരിത്ര പുരുഷനെ, ആയിരക്കണക്കിന് മനുഷ്യർ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ രംഗത്തും ഉള്ള മാതൃകാ പുരുഷനായി കാണുന്ന ഒരു മഹാപുരുഷനെ നിങ്ങൾക്ക് എങ്ങനെയാണ് പിശാചും അന്തിക്രിസ്തുവും കൊള്ളരുതാത്തവനും മഹൗണ്ടും പിശാചിൻ്റെ അവതാരവുമെല്ലാമായി കണ്ടുകൊണ്ട് പറഞ്ഞുകൊണ്ട് എത്ര കാലമാണ് നിങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുക? യൂറോപ്പെ നാണിക്കുക. നിങ്ങൾ ഈ രൂപത്തിൽ പോയാൽ യൂറോപ്പിലുള്ള ബുദ്ധിജീവി സമൂഹത്തെ നോക്കിക്കൊണ്ട് ലോകം പറയും നിങ്ങൾക്ക് വിവരമില്ലല്ലോ എന്ന് നിങ്ങൾ മാറി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. അതിനുശേഷമാണ് ഓറിയന്റലിസം എന്ന ഒരാശയം തന്നെ രൂപീകരിക്കപ്പെടുന്നത്. ഓറിയന്റലിസം എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ അർത്ഥം ഓറിയന്റൽ സ്റ്റഡീസ് എന്നാണ്, അഥവാ കിഴക്കിനെ കുറിച്ചുള്ള പഠനം. പാശ്ചാത്യ ലോകത്തെ കിഴക്കിനെ കുറിച്ചുള്ള പഠനമാണ് ഓറിയന്റലിസം. എന്നാൽ യഥാർത്ഥത്തിലുള്ള ഓറിയന്റലിസം ഇസ്ലാമിനെ കുറിച്ച് തങ്ങളുടേതായ തലച്ചോറ് വെച്ചുകൊണ്ടുള്ള ഒരു അപഗ്രതരവാണ് നിലനിൽക്കുന്ന ഓറിയന്റലിസം. നേരത്തെ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിശാചും പിശാചിൻ്റെ പ്രതിരൂപവും പിശാചിൻ്റെ അവതാരവുമെല്ലാമായി കാണുന്ന തലമുറകളായുള്ള ക്രൈസ്തവ പൗരോഹിത്യത്തിൻ്റെ രീതിശാസ്ത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മഹാമനുഷ്യനായി, ഒരു മഹാവിപ്ലവകാരിയായി, ഒരു നവോത്ഥാന നായകനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും ആ രൂപത്തിൽ അദ്ദേഹത്തെ അപഗ്രഥിക്കുകയും ചെയ്യുന്ന രീതിശാസ്ത്രമാണ് ഓറിയന്റലിസം വളർത്തിക്കൊണ്ടുവന്നത്. 1848 ഓറിയന്റലിസത്തിൻ്റെ പിതാക്കന്മാരിൽ ഒരാളായ വില്യം മൂർ തൻ്റെ ദ ലൈഫ് ഓഫ് മുഹമ്മദ് എന്ന ഗ്രന്ഥം പുറത്തിറക്കി. ആ പുസ്തകം നേരത്തെ പറഞ്ഞ ഗണത്തിലുള്ളതായിരുന്നില്ല. അദ്ദേഹം ഇന്ത്യയിൽ വന്ന് ബ്രിട്ടീഷുകാരുടെ ഒരു സിവിൽ സർവൻ്റായി ജോലി ചെയ്യവെയാണ് ഈ പുസ്തകം എഴുതിയത്. പുസ്തകം എഴുതുന്നതിന് വേണ്ടി അദ്ദേഹം അറബി ഭാഷ പഠിച്ചു. അറബി ഭാഷയിൽ നിന്ന് അറബി ഭാഷയിലൂടെ തന്നെ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള ചരിത്ര സ്രോതസ്സുകളും അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെയാണ് ദ ലൈഫ് ഓഫ് മുഹമ്മദ് എന്ന ഗ്രന്ഥം രചിക്കപ്പെടുന്നത്. പുസ്തകത്തിൽ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തിൻ്റെ നല്ല വശങ്ങൾ മുഴുവനും അംഗീകരിച്ചുകൊണ്ട് ഒരു മഹാനായിരുന്നു എന്നും വിപ്ലവകാരിയായിരുന്നു എന്നും ഒരു വലിയ മാറ്റമാണ് അദ്ദേഹം സൃഷ്ടിച്ചത് എന്നും അദ്ദേഹത്തിൻ്റെ അനുയായി വൃന്ദം ഒരുപാട് സാമൂഹ്യ മാറ്റങ്ങൾക്കുള്ള നിമിത്തമായിട്ടുണ്ട് എന്നുമെല്ലാം സമ്മതിച്ചുകൊണ്ട്, പക്ഷേ ഇതെല്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിപരമായ കഴിവുകൾ കൊണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കുകയും വെളിപാടിനെ നിഷേധിക്കുകയും ചെയ്തുകൊണ്ടാണ് വില്യം മ്യൂർ തൻ്റെ രചന മുന്നോട്ട് കൊണ്ടുപോകുന്നത്, വഹിയിനെ നിഷേധിച്ചുകൊണ്ട്. ഒപ്പം തന്നെ ലഭിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പ്രവാചക വ്യക്തിത്വത്തെ വളരെ സമർത്ഥമായി കരിവാരിത്തേക്കുവാൻ അദ്ദേഹം പരിശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ള അപഗ്രഥനം എടുത്ത് പരിശോധിച്ചാൽ അതിനൊരു അക്കാദമിക സ്വഭാവമുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇന്നും ലോകത്തെ എണ്ണപ്പെടുന്ന സർവകലാശാലകളിൽ മുന്നിൽ നിൽക്കുന്ന സർവകലാശാലകളിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഒരു പഠനം നടത്തണമെങ്കിൽ അവിടെ നിന്ന് ആ പഠനത്തിന് വേണ്ടി നിങ്ങൾ ഒരു ഡോക്ടറേറ്റിന് വേണ്ടി ഒരു പ്രവാചകൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലുള്ള ഗവേഷണത്തിന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്താൽ അവിടെ നിന്ന് ലഭിക്കുന്ന ബിബ്ലിയോഗ്രഫിയിൽ പുസ്തകങ്ങളുടെ ലിസ്റ്റിൽ ഒന്നാമതായി മ്യൂറിൻ്റെ പുസ്തകമുണ്ടാകും. മ്യൂറിൻ്റെ പുസ്തകം അക്കാദമികമായി വിലയുള്ള പുസ്തകമാണ്, നിലവാരമുള്ള പുസ്തകമാണ്, നൂറുകണക്കിന് ഫുട് നോട്ടുകളുള്ള പുസ്തകമാണ്. ആ പുസ്തകത്തിൽ പക്ഷേ അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് മക്കയിലെ മുഹമ്മദ്
ഒരു വിശുദ്ധ മനുഷ്യനായിരുന്നുവെന്നും മദീനയിലെത്തുമ്പോഴേക്ക് ആ മുഹമ്മദ് ക്രൂരനും അധികാരമോഹിയുമായി തീർന്നു എന്നുമാണ്. അതിനുപോൽബലകമായിട്ടാണ് പ്രവാചകന്റെ ചരിത്രത്തെ അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നത്. മക്കയിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്വമല്ല മദീനയിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്ന് അവതരിപ്പിക്കുകയാണ്. അങ്ങനെ ഇതിനും ഒരു പശ്ചാത്തലമുണ്ട്. 18-ാം നൂറ്റാണ്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തോമസ് കാർലൈലിനെ പോലെയുള്ള ആളുകളുടെ തിരിച്ചറിവ് മാത്രമല്ല, 18-ാം നൂറ്റാണ്ടിൽ ലോകത്തെങ്ങും നമ്മളെടുത്ത് പരിശോധിച്ചാൽ മുസ്ലിം സമൂഹങ്ങളിൽ ഒരു നവോത്ഥാനത്തിൻ്റെ വെളിച്ചം കാണാൻ കഴിയും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നിന്ന് തോമസ് കാർലൈൽ, വില്യം മ്യൂർ ഈ പുസ്തകം എഴുതുന്ന സമയത്താണ് ഇന്ത്യയിലുള്ള ക്രൈസ്തവ മിഷനറിമാരുടെ ശക്തമായ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള അതിക്രമത്തെ പ്രതിരോധിക്കുവാൻ വേണ്ടി ചില മഹാപണ്ഡിതന്മാരുടെ ശക്തമായ പരിശ്രമങ്ങൾ ഉണ്ടാവുകയും ആ പരിശ്രമങ്ങളുടെ ഫലമായി ആളുകൾ ഇസ്ലാമിനെ അറിയാൻ തുടങ്ങുകയും ഇസ്ലാമിന് അടുത്തറിയുക മാത്രമല്ല ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് സാമൂഹ്യ പ്രസക്തരായ ആളുകൾ തന്നെ രംഗത്ത് വരികയും ചെയ്ത സന്ദർഭമാണ് 19-ാം നൂറ്റാണ്ട്. ക്രൈസ്തവ മിഷനറിമാരുടെ വാദങ്ങൾക്ക് ഓരോന്നായി മറുപടി നൽകിക്കൊണ്ടുള്ള മഹാപണ്ഡിതനായിരുന്ന സയ്യിദ് സനാഉല്ലാ അമൃതസരിയുടെ മഹാപ്രഭാഷണങ്ങൾ, ക്രൈസ്തവ മിഷനറിയായിരുന്ന CG ഫാണ്ടറുടെ മീസാനുൽ ഹക്ക് എന്ന ഗ്രന്ഥത്തിന് ചുട്ട മറുപടി നൽകിയ ഇൽഹാറുൽ ഹക്ക് എന്ന പുസ്തകമെഴുതിയ റഹ്മത്തുല്ലാഹിൽ കീറാൻവിയുടെ ഗ്രന്ഥങ്ങളും ബൗദ്ധികമായ പ്രവർത്തനങ്ങളും. റഹ്മത്തുല്ലാഹി കീറാനവിയുമായി ക്രൈസ്തവ മിഷനറിമാർക്ക് ഒടിച്ചു നിൽക്കാൻ കഴിയാഞ്ഞിട്ട് അവസാനം ബ്രിട്ടീഷ് ഗവൺമെൻറ് അദ്ദേഹത്തെ മക്കയിലേക്ക് നാടുകടത്തുകയാണ് ഉണ്ടായത് എന്ന് ചരിത്രരേഖകളിൽ തിരഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. സനാഉല്ലാ അമൃതസരിയാകട്ടെ ഒരേ സമയം ക്രൈസ്തവ മിഷനറിമാരോടും അതോടൊപ്പം തന്നെ മിഷനറിമാർ വില്യം മ്യൂറിനെ പോലെയുള്ള ആളുകൾ കൊടുത്ത പോയിന്റുകൾ ഉപയോഗപ്പെടുത്തി മുസ്ലിം സമൂഹത്തിൻ്റെ അന്നത്തെ ജീർണാവസ്ഥയെ വളരെ സമർത്ഥമായി ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി പരിശ്രമിച്ച സ്വാമി ദയാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിലുള്ള ആര്യസമാജത്തിൻ്റെ കീഴിലുള്ള ശുദ്ധി പ്രസ്ഥാനത്തിന് എല്ലാം മറുപടി നൽകുന്ന പ്രവർത്തനം. ആര്യസമാജം മുസ്ലിങ്ങളെ ഹിന്ദുക്കളാക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനമായിരുന്നു. അതിനുവേണ്ടി മാത്രമുള്ളതായിരുന്നു ശുദ്ധി പ്രസ്ഥാനം. ശുദ്ധി പ്രസ്ഥാനം മുമ്പെന്നോ മുസ്ലിങ്ങളായി തീർന്ന ഹിന്ദുക്കളെ അവരെ പഴയ മതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുവാൻ ഗംഗയിൽ മുക്കി അവർക്ക് ചില മന്ത്രങ്ങൾ ചൊല്ലിക്കൊടുത്താൽ മതി എന്ന് വിചാരിച്ചുകൊണ്ട് ആ രൂപത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ കൂട്ടം കൂട്ടമായി ഹിന്ദുക്കളാക്കി തീർക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി രംഗത്ത് വന്നു. സ്വാമി ശ്രദ്ധാനന്ദായിരുന്നു അതിൻ്റെ നേതൃത്വത്തിൽ. ഈ പ്രവർത്തനങ്ങളുമായി രംഗത്ത് വന്നപ്പോൾ അതിനെതിരെയും ശക്തമായി നിലകൊള്ളാനുണ്ടായിരുന്നത് മഹാനായ സയ്യിദ് സനാഉല്ലാ അമൃതസരിയെ പോലെയുള്ള പണ്ഡിതന്മാരായിരുന്നു. ഇദ്ദേഹം സ്വാമി ദയാനന്ദ സരസ്വതി തൻ്റെ സത്യാർത്ഥ പ്രകാശം എന്ന ഗ്രന്ഥത്തിൻ്റെ 11ാമത്തെ സമുല്ലാസത്തിലൂടെ ഇസ്ലാമിനെ ഖുർആനിനെ വിമർശിച്ചപ്പോൾ അതിന് മറുപടി എഴുതിക്കൊണ്ട് ഹക്ക് പ്രകാശൻ എന്ന ഗ്രന്ഥം എഴുതിയ വ്യക്തിയാണ് അമൃതസരി. അതോടൊപ്പം തന്നെ അന്നത്തെ മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കുവാൻ വേണ്ടി ബ്രിട്ടീഷ് സർക്കാർ രൂപകൽപ്പന നൽകിയ പുതിയ മതം, അതിൻ്റെ പ്രവാചകൻ അഹമ്മദിയ മതത്തിൻ്റെ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന് പറയുന്ന വ്യാജ പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ മുബാഹല വെല്ലുവിളിക്കും മറുപടി നൽകിയത് മഹാനായ ഈ അമൃതസരി തന്നെയായിരുന്നു. അമൃതസരിയുടെ പ്രബോധന പ്രവർത്തനങ്ങൾ അതിശക്തമായി നിലനിൽക്കുകയും ഫാണ്ടറെ പോലെയുള്ള ആളുകളെ അമൃതസരിയുമായി സംവാദത്തിലേർപ്പെട്ടിട്ട് സ്ഥലം മാറ്റേണ്ട ഗതികേട് ക്രൈസ്തവ മിഷനറിമാർക്കുണ്ടാവുകയും അമൃതസരി പ്രസംഗിച്ച സ്ഥലങ്ങളിലേക്ക് താൻ വരില്ല എന്ന് ഈ